ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അതുകൊണ്ട് സുഖമായിട്ടിരിക്കുവാണ്. ഇന്ന് നമ്മൾ തെറാപ്പിക്ക് പോയിട്ടില്ല കേട്ടോ, ഫിസിയോതെറാപ്പിക്ക് പോയിട്ടില്ല. പോകാത്തതിനൊരു കാരണമുണ്ട്, നമ്മളിന്ന് പോയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പറയാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു 3-4 മാസമായി ഷൊർണൂർ ഐക്കോൺസിൽ പോയപ്പം ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് MRI എടുക്കണം. MRI എടുത്തെങ്കിൽ മാത്രമാണ് ആദൂട്ടിക്ക് ഇപ്പം EGG ചെയ്തിട്ട് നോർമൽ, എല്ലാ ടെസ്റ്റുകളും എല്ലാം ആദൂട്ടിക്ക് നോർമലാണ്. അപ്പോൾ നമ്മളോട് മുരുകൻ സാറ്, ഐക്കോൺസിലെ മുരുകൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ EGG എടുക്കുവാണെങ്കിൽ EGG എടുത്തപ്പോൾ നോർമൽ ആയതുകൊണ്ട് നമുക്കിനി MRI എടുക്കാം. ആദൂട്ടിക്ക് MRI എടുത്തത് 10ാം മാസത്തിലാണ്. 10 മാസത്തിൽ ഉള്ളപ്പോഴാണ് ആദൂട്ടിക്ക് MRI എടുത്തത്. അതുകൊണ്ട് നമുക്കൊന്ന് MRI എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നാളെ MRI എടുക്കുവാണ്. നമ്മൾ കുറേ നാളായിട്ട് വിളിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഒന്നും അവർക്ക് ബുക്കിംഗ് ഇല്ല. ഒന്ന് വിളിച്ചപ്പം മിഷ്യൻ കേടായിരുന്നു. പിന്നെ വിളിച്ചു കഴിഞ്ഞപ്പം അവർ പീഡിയാട്രീഷ്യൻ വേണം, പീഡിയാട്രീഷ്യൻ മാത്രം ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. MRI എടുക്കാൻ പോകാൻ എനിക്ക് ഓൾറെഡി പേടിയാണ്. പേടിയുടെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. ആദൂട്ടിക്ക് MRI എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തില്ല. നെക്സ്റ്റ് എന്ത് മരുന്നെന്ന് തീരുമാനിക്കണേ നമുക്ക് MRI കൂടിയേ പറ്റുള്ളൂ. MRI ഉണ്ടെങ്കിൽ മാത്രമേ ആദൂട്ടീൻ്റെ ഇനി ചികിത്സയ്ക്കും എന്തേലും വേണേലും മുമ്പോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ എന്ന് ഡോക്ടർ നമ്മളോട് ഉറപ്പിച്ച് പറഞ്ഞു. MRI എടുത്തിട്ട് ഒരു കാര്യം ചെയ്യണം, നമ്മളോട് ഇവിടെ കൊണ്ടുപോയി കാണിക്കാനും പറഞ്ഞിട്ടുണ്ട്. അന്ന് തന്നെ ഷൊർണൂർ ഐക്കോൺസിൽ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. MRI എടുക്കുന്നത് വള്ളുവനാടാണ് കേട്ടോ, ഒറ്റപ്പാലം വള്ളുവനാട് ഹോസ്പിറ്റലിലാണ് എടുക്കുന്നത്. 3-4 ദിവസമായിട്ട് എൻ്റെ ഫ്രണ്ട് താഹിറ, അപ്പൂസിൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ, ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുവാണ് ആദൂട്ടിക്ക് MRI എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിളിച്ചിട്ടൊന്നും നടക്കുന്നില്ല കേട്ടോ. ഞാൻ വിളിച്ചാൽ എന്ത് കാര്യം അങ്ങനെയാണ്, നടക്കുകയില്ല. ഞാൻ താഹിറയോട് പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് നടക്കണില്ല. താഹിറ ഒരു കാര്യം ചെയ്യുക, താഹിറ വിളിക്കാൻ പറഞ്ഞു. പാവം 2-3 ദിവസം കൊണ്ട് ഇരുന്ന് വിളിക്കുവാണ്. അങ്ങനെ വിളിച്ച് ഇന്നലെ വിളിച്ചപ്പം അവളോട് പറഞ്ഞു പിന്നെ വിളിക്കാം. അപ്പോൾ താഹിറ പറഞ്ഞു ഞാൻ കുറേ ദിവസമായി വിളിക്കുന്നു, നിങ്ങൾ മിഷ്യൻ കേടാന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകുകയെന്നൊക്കെ പറഞ്ഞു. കാരണം താഹിറയ്ക്ക് അത് വിളിച്ച് സംസാരിക്കാനുള്ളൊരു കഴിവുണ്ട്, അങ്ങനെ നന്നായിട്ട് സംസാരിക്കും. അവൾക്ക് എല്ലാം ഹോസ്പിറ്റൽ കാര്യത്തിനാണ് എല്ലാത്തിനും അത് വിളിച്ച് സംസാരിക്കാനുള്ളൊരു കഴിവുണ്ട്. അങ്ങനെ വിളിച്ച് താഹിറ സംസാരിച്ച് കഴിഞ്ഞപ്പം ഇന്ന് രാവിലെ 9 മണിക്ക് നമ്മളോട് ഹോസ്പിറ്റലിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ 9 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. 9 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പം പറഞ്ഞത് നാളെ രാവിലെ 8 മണിയാകുമ്പോൾ നമ്മളോട് ഹോസ്പിറ്റലിൽ എത്താമെന്ന് പറഞ്ഞത്. രാവിലെ 8 മണിക്ക് ഹോസ്പിറ്റലിൽ വള്ളുവനാട് എത്തണം. വള്ളുവനാട് എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് ചീട്ടെടുത്ത് കഴിയുമ്പോൾ പീഡിയാട്രീഷ്യൻ വേണം. പീഡിയാട്രീഷ്യൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടേ ആദൂട്ടിനെ മയക്കാൻ പറ്റുള്ളൂ. ആദൂട്ടിനെ മയക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞുവാവേനെ ഒരു അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ അതെനിക്ക് എന്തുവാണ് അത് അത് ഇവിടെ ഭയങ്കര ഈച്ചയാണ് കേട്ടോ. ടൗൺ ഏരിയ ആയതുകൊണ്ട് ഭയങ്കര ഈച്ചയാണ്. അപ്പോൾ നമുക്ക് അന്നേരം മയക്കാൻ പേടിയാണ്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിനെ ആരെങ്കിലും കൈ കൊടുക്കാനോ മയക്കുന്ന അതെനിക്ക് പേടിയാണ്. പക്ഷെ രാവിലെ 8 മണിക്ക് എത്തി നമ്മൾ ഡോക്ടറെ കണ്ട് കയ്യിൽ നീഡിലൊക്കെ വെച്ച് മറ്റേ മയക്ക് ഡോക്ടറൊക്കെ വന്ന് നാളെ രാവിലെ 9 മണിയോട് കൂടിയിട്ട് നമുക്ക് MRI എടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്താ പറയുക, അങ്ങനെ മയക്കുന്ന ഒരു കാര്യം. ഞാൻ ആദൂട്ടിക്ക് ആദ്യമേ എടുത്തെങ്കിലും അവർ ഇപ്പോൾ എടുക്കുന്നത് മൊത്തം നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് EGG ഒക്കെ എടുത്തപ്പോഴും ആദൂട്ടിക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇതാക്കിയിട്ടാണ് എടുക്കുന്നത്. അത് മരുന്ന് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. ഇത് മയക്കുന്ന ഇഞ്ചക്ഷൻ വെക്കുവാണ്. ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞ് 9 മണിയാകുമ്പോഴത്തേക്കും വെച്ച് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് എന്നെ പുറത്തേക്ക് ഇറക്കും. എന്നെ ആദൂട്ടീൻ്റെ കൂടെ നിർത്തത്തില്ല. പിന്നെ ഡോക്ടർ നിന്നിട്ടാണ് MRI എടുക്കുന്നത്. അത് കഴിഞ്ഞ് മയക്കമൊക്കെ വിട്ടുമാറി ചൂട്ടാതെ കട്ട് ചെയ്തത്. പിന്നെ എന്നെ പുറത്തേക്ക് ഇറക്കുമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനെ MRIക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് തരുള്ളൂ. നമ്മുടെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ മയക്കം മാറിയിട്ടേ നമ്മളെ വിടുകയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ നിന്ന് ഒരു കുഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അവരോട് ഞാനിപ്പോൾ വിളിച്ച് സംസാരിച്ചു. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല കേട്ടോ, ഇതൊക്കെ എങ്ങനെ തരണം ചെയ്തു പോകുമെന്ന് എനിക്കറിയത്തില്ല. ആദൂട്ടിയുടെ കാര്യമായതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. അവന് ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു മണിക്കൂർ അരമണിക്കൂർ പോലും മാറി നിന്നിട്ടില്ല. വിഷമമുള്ള കാര്യമാണ്. പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ല, നമുക്കത് ചെയ്ത് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക
കുഴപ്പമൊന്നുമില്ലാതെ MRI ഒക്കെ ചെയ്ത് MRIൻ്റെ റിസൾട്ടിലും നമ്മൾ 10 മാസത്തിലെടുത്ത റിസൾട്ടിൽ ആദൂട്ടിക്ക് അംഗവൈകല്യങ്ങളൊന്നുമില്ല, നോർമലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ റിസൾട്ട് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അത് കഴിഞ്ഞിട്ട് 7 വർഷമായി. റിസൾട്ടും നന്നായിരിക്കാൻ, ആദൂട്ടിക്ക് MRIയിൽ ചെയ്യുമ്പോഴും കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നാളെ നമ്മൾ ഷൊർണൂർ ഐക്കോൺസിൽ പോകും. നാളെ മുരുകൻ സാറുള്ള ദിവസമാണ്. ഐക്കോൺസിൽ പോയിട്ട് സാറിനെ കാണിച്ചിട്ടൊക്കെ നമ്മൾ വരുള്ളൂ. നാളെയും കൊണ്ട് നമുക്ക് ആദൂട്ടിക്ക് ഇനി മുമ്പോട്ട് എങ്ങനെയാണ്, മുമ്പോട്ട് എന്തൊക്കെ മെഡിസിൻ കൊടുക്കാം, അതൊക്കെ നമുക്ക് നോക്കണം. എന്താ ചെയ്യുക, എടുക്കാതിരിക്കാൻ പറ്റിയല്ല. എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ. ആദൂട്ടിയുടെ അച്ഛൻ ഇവിടെ ഇല്ല. ആദൂട്ടിയുടെ അച്ഛൻ ജോലി സ്ഥലത്താണ്. ഉണ്ണിക്കുട്ടനും ഞാനും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഉണ്ണിക്കുട്ടനും ഞാനും കൂടിയാണ് പോകുന്നത്. ആദൂട്ടിയുടെ അച്ഛൻ ജോലി കയറിയിട്ട് അധികം ആയില്ല, കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ട് ഉണ്ണിക്കുട്ടനും ഞാനും കൂടി പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആദൂട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്, ഒത്തിരി അമ്മമാരുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയും ഒരുപാട് പേര് എവിടെ നിന്നൊക്കെയാണ് വിളിക്കുന്നതെന്ന് അറിയില്ല. എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുവാവേൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നാളെ അല്ല ആദൂട്ടി, നാളെ MRI ഒക്കെ പോയി എടുത്ത് ഞങ്ങൾ മിടുക്കനൊക്കെ ആയിട്ട് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറയാം, എല്ലാവരോടും പറയാം. എന്ത് പറ്റിയേ, എന്തിനൊരു പിണക്കം വന്ന്? പുറത്തേക്ക് പോണേ. അയ്യോ, ഞങ്ങൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങുക. കൊച്ചിന് പുറത്തേക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അമ്മ ഈ പറന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാകുമോ? ഈ അമ്മ എന്താ ഈ പറയുന്നതെന്നാണ് കൊച്ചു ഓർക്കുന്നത്. ഞങ്ങൾ പുറത്തേക്ക് പോവുക, ഞങ്ങൾ തലമുടിയൊക്കെ ചീകണം, പുറത്തേക്ക് പോകണം. അപ്പം അതാണ് ഇന്ന്. അപ്പം ഞാൻ ഇന്ന് തെറാപ്പിക്ക് പോകാത്തതിൻ്റെ കാരണം അതാണ്. ഇന്ന് തെറാപ്പിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആദൂട്ടിക്ക് ക്ഷീണമാകും. നാളെ ഇനി MRI കൂടി ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞുവാവയ്ക്ക് ക്ഷീണമാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ തെറാപ്പിക്ക് പോകാത്തത്. നമുക്കിതൊരു 5 മാസം മുമ്പ് തന്നതാണ്. നമ്മൾ വിളിച്ച് മടുത്ത കാര്യമാണ് MRI എടുക്കാൻ വേണ്ടിയിട്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നാളെ കിട്ടിയിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ അപ്പുറം ടെൻഷനുമാണ്. ഇതോടുകൂടി പരീക്ഷണങ്ങളെല്ലാം തീർന്നാൽ മതിയായിരുന്നു ആദൂട്ടിക്ക്. ഇതോടുകൂടി ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളൊക്കെ തീർന്നാൽ മതിയായിരുന്നു കേട്ടോ. നാളത്തെ റിസൾട്ടോട് കൂടിയിട്ട് നമുക്ക് മുമ്പോട്ട് എന്ത് എന്നുള്ളത് അറിയാൻ പറ്റും. എന്താണേലും ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കും. പിന്നെ ആദൂട്ടിക്കിനെ ഇന്ന് തന്നെ ഇപ്പോൾ 2 പേരോട് പറഞ്ഞപ്പോൾ അവർ 2 അമ്മമാർ കരഞ്ഞിട്ടുണ്ട്, എനിക്ക് ടെൻഷനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഷോർട്ടൊക്കെ ഇടും. എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമുക്ക് വേണം. പിന്നെ നമ്മുടെ വീഡിയോ പരമാവധി എല്ലാവരും ഒന്ന് കണ്ടിട്ട്, നിങ്ങൾക്ക് വീഡിയോ തുറന്നു വെച്ചിട്ട് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളൊന്ന് തുറന്നു വെച്ചിട്ട് എന്തെങ്കിലും പണിയെടുത്താൽ മതി. മ്യൂട്ടാക്കി വെച്ചോ, എന്നാലും കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ഓടൂലോ, വീഡിയോ ഒന്നും ഓടൂലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ആദൂട്ടിൻ്റെ MRIൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ടെൻഷനുള്ള ദിവസമാണ്, ഒത്തിരി ടെൻഷനുള്ള ദിവസമാണ് നാളെ. ഇന്നേ എനിക്ക് ടെൻഷനാണ്, ഇന്നേ എനിക്ക് സങ്കടമാണ്. എനിക്ക് ആരെങ്കിലൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് MRIയുടെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞു പോകുന്നുണ്ട്. പിന്നെ കുറേ പേര് ആശ്വസിപ്പിക്കുന്നുണ്ട്, കുഴപ്പമില്ല എടുത്തല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഉണ്ണിക്കുട്ടനും കൂടിയാണ് കേട്ടോ പോകുന്നത്. മാളുക്കൊച്ച് നാളെ വരാൻ സാധ്യതയില്ല. മാളൂസിന് നാളെ ക്ലാസ് ഉള്ള ദിവസമാണ്. അതുകൊണ്ട് മാളൂസ് നാളെ വരാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇന്ന് തെറാപ്പിക്കൊക്കെ പോകാതെ ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്നത്. നാളെ രാവിലെ നമ്മൾ വെളുപ്പിന് 4 മണിയാകുമ്പോൾ പോകും. 4 മണിക്ക് പോയിട്ട് MRI ചെയ്ത് മയക്കമൊക്കെ വിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയൊക്കെ കാണിച്ചിട്ടേ നമ്മൾ വരുള്ളൂ. എത്ര മണിയാകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും നമ്മുടെ കൂടെ വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുള്ളൂ. ആദൂട്ടിയുടെ ചികിത്സ നല്ല രീതിക്ക് പോകണമെങ്കിലും മുമ്പോട്ട് നന്നായിട്ട് പോകണമെങ്കിലൊക്കെ എനിക്ക് ചാനലായിട്ട് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയാലോ, വയ്യാത്ത മക്കളും കൂടി ഉണ്ടെങ്കിൽ അവരുടെ ചിലവുകളും മരുന്നുകളും എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ആദൂട്ടീനെ ഓടിച്ചാടിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ ലോങ് വീഡിയോ ഉണ്ടാവില്ല, ലൈവും ഉണ്ടാവില്ല. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതേ.